ഷിയാസേ, വണ്ടികൾ ഒരുപാടായല്ലോ, നമുക്കൊരു വീഡിയോ ചെയ്താലോ? ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് പുതിയ കുറച്ച് വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലോ. ഒരു റിഡ്സ് കാണാണ്ടല്ലോ, റിഡ്സ് i20 ഒക്കെ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ടല്ലേ. 2011 റിഡ്സ് കിഡ്, അതേപോലെ തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലൊരു i20 ഒക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. 15 മോഡൽ i20 ആസ്റ്റ CRD എഞ്ചിനിൽ വരുന്ന വാഹനം. ഫുൾ ഓപ്ഷൻ വാഹനം, ഡീസലാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള 1 lakhൻ്റെ എബോ കിലോമീറ്റർ ഓടിയിട്ടുള്ള KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ്, ഫ്രണ്ട് തട്ടോ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമൊക്കെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും 4,60,000 രൂപയ്ക്ക്. ആസ്റ്റ ഡീസൽ എങ്ങനെയല്ല 5-ൻ്റെ മുകളിലാണ് ഒട്ടുമിക്ക വാഹനങ്ങൾ കാണാറ്. 2015 വാഹനം 4,60,000 ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാം. ഇത്തരത്തിലുള്ള ഒട്ടനവധി വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ട്രൂ ചോയ്സിൻ്റെ മറ്റു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, 2 ദിവസം മുമ്പ് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആക്സറീസിനെ പറ്റിയാണ്. ആക്സറീസ് ഷോപ്പിനെ പറ്റിയിട്ട് എനിക്കുണ്ടായിരുന്ന ദുരനുഭവം ഞാൻ വിവരിച്ചുകൊണ്ടൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ആരെങ്കിലും ആക്സറീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഓരോ ഓതറൈസ്ഡ് ഷോപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് അറിയാവുന്നവരെ ഏൽപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് നാളെ കിട്ടാം, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ പുതിയ സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് പറഞ്ഞു. 2015 ആസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി സീറ്റ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം ഒരു 70-80% ടയർ കണ്ടീഷനുള്ള ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. 1.4 ലിറ്റർ CRD എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. നമ്മുടെ അടുത്ത് i20 ഒരു 10 പെട്രോൾ വരുമ്പോൾ അതിനകത്ത് ഒരെണ്ണം മാത്രമേ i20 ഡീസൽ വരാറുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പീസ് മാത്രമാണ്. കാരണം ഇവിടെ ഏകദേശം ഒരു 8-9-10ഓളം i20 ഉണ്ട്. അതിനകത്ത് ഒറ്റ വാഹനം മാത്രമാണ് നമുക്ക് ഡീസൽ ഉള്ളത്. അതും നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാം. 2 ദിവസമായി ഈ വാഹനം സ്റ്റോക്ക് കയറിയിട്ട് അധികം ആൾക്കാരുടെ അടുത്തൊന്നും ഇതിൻ്റെ വീഡിയോ ഷോട്ടും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ വാഹനത്തെ പറ്റി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല അടിപൊളി സീറ്റ് കവറുണ്ട്. ചെറിയൊരു ഫെയ്ഡിങ്, ഇവിടെ കളർ ഫെയ്ഡിങ്ങും പിന്നെ ഡാമേജും വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, കീലെസ് എൻട്രി തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ആസ്റ്റ എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനിനെ കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും പെൻഡിങ് ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന. ആകെ ഒരു നെഗറ്റീവ് ഉള്ളത് ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഓഫർ പ്രൈസത്തിലും വില കുറക്കാൻ കാരണം ഫ്രണ്ട് തട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഒരു തട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, നോക്കിക്കോളൂ. പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ. ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കളറിങ് നോക്കിക്കോളൂ. ആ 2015 അതേ യെല്ലോ കളർ അത്രയും പഴക്കം നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു യെല്ലോ ഫെയ്ഡിങ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പുറം പേസ്റ്റിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ബോണ്ടിൻ്റെ ഇന്നർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു 2015 9 വർഷത്തെ പഴക്കം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ബോണ്ട് അഴിക്കുക അല്ലെങ്കിൽ ഇഞ്ചസ് പൊട്ട കാര്യങ്ങളോ പേസ്റ്റിങ്ങിൻ്റെ ഭാഗത കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് അടിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ വിൻഷീൽഡ് മാത്രം കല്ലോ തേങ്ങ മാങ്ങ ചക്ക എന്നും ചതിച്ചിട്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടിരുന്നൊരൊറ്റ ചെറിയൊരു നെഗറ്റീവിന് നിങ്ങൾ സ്വന്തമാക്കും വെറും 4,60,000 രൂപയ്ക്ക് ഒരു ഹ്യൂണ്ടായി i20 ആസ്റ്റ ഡീസൽ എഞ്ചിനിൽ വരുന്ന CRD 1.4 ലിറ്റർ വരുന്ന വാഹനം, അതും 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ വാഹനമാണ്. 5 വർഷത്തെ മാസത്തവണ ഏകദേശം ഒരു 10 to സംതിങ്, അതായത് 10,500 റേഞ്ചിലേക്കാണ് ഇതിൻ്റെ EMI വരുന്നത്. അത്തരത്തിലുള്ള ഒട്ടനവധി വാഹനങ്ങളാണ് നമുക്ക് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സ്റ്റോക്ക് കയറുള്ളത്. റിഡ്സുകളൊക്കെ ഏകദേശം കുറച്ച് കാലത്തിന് ശേഷമാണ് നമുക്ക് റിഡ്സുകളൊക്കെ പുതിയതായിട്ട് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് കയറി. 3-4ഓളം റിഡ്സ് നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അത് പെട്രോളും ഡീസലിലൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് നെറ്റ് പ്രൈസ് 460 വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കി, ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഒരു വാഹനമാണ് മാരുതി സുസുക്കി ആൾട്ടോ. സാധാരണക്കാരൻ്റെ വാഹനം പണക്കാരൻ്റെ ബെൻസ് എന്നറിയപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ്. കാരണം സാധാരണക്കാരും ഈ വാഹനം ആവശ്യമാണ്. ഏറ്റവും പണക്കാരനായിട്ടുള്ള ഒരാൾക്കും ടൗണിലേക്ക് ചെറിയ പർപ്പസിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ആൾട്ടോ എന്നുള്ള വാഹനം. നമ്മുടെ നിരത്തുകൾ 2023 വരെയാണ് ഈ വാഹനം നിരത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കമ്പനി അത് സ്റ്റോപ്പ് ചെയ്തു. ആൾട്ടോ കേട്ടൻ എന്നുള്ളൊരു പുതിയ മോഡലിലേക്ക് വാഹനം ഇറക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ നിലവിൽ ഈ വാഹനം മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ആൾട്ടോ 800 ഇറക്കണം പുതിയ വാഹനങ്ങൾക്ക് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിൽ വരുന്ന VXi വേണ്ടി വരുന്ന 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയുള്ള KL63 അങ്കമാലി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 3 വർഷം കൊണ്ട് ചെറിയ കിലോമീറ്റർ കുറച്ച് കേസ് കൂടുതലാണെന്നുള്ള ഒരു 10-20,000 കിലോമീറ്റർ കൂടുതൽ റൺ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പോരായുമുള്ളൂ. അല്ലാതെ വാഹനത്തിന് കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. VXi ആയതുകൊണ്ട് തന്നെ അന്നത്തെ ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, 2 എയർ ബാഗ്, ABS കാര്യങ്ങൾ, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. LXi ആയിരുന്നെങ്കിൽ അതിനകത്ത് സിംഗിൾ എയർ ബാഗ് വരികയായിരുന്നു. കമ്പനി സ്റ്റീരിയോ വരില്ല, സെൻട്രൽ ലോക്ക് വരില്ല എന്നുള്ളതാണ് LXiയും VXiയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത്.
പിന്നെ മൈലേജിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ ആൾട്ടോണൂർ എങ്ങനെയായാലും 20ൻ്റെ മുകളിൽ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വാഹനമാണ് ആൾട്ടോ 800 എന്നുള്ള വാഹനം. ഏറ്റവും കൂടുതൽ നമ്മൾ നിരത്തുകൾ കാണാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ആൾട്ടോ 800. പക്ഷേ ഇത്തരം വാഹനങ്ങൾ റോട്ടിലുണ്ടായിട്ട് പോലും അതിൻ്റെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ്, അതിന് ഡിമാൻഡുള്ള വാഹനം, എപ്പോൾ നോക്കിയാലും ഡിമാൻഡുള്ള വാഹനമാണ്. അതുകൊണ്ട് ഈ വാഹനം ഒരു ഓഫർ പ്രൈസിൽ ഈ വാഹനം നിങ്ങൾക്ക് കിട്ടും, ഞാൻ തരാം. 2021 VXi വാഹനം വെറും 3,15,000 രൂപയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും. സാധാരണ ഇതിൽ 19-നൊക്കെയാണ് ആ റേറ്റ് വരുന്നത്. ഇത് 21 VXi നിങ്ങൾക്ക് 3,15-ന് സ്വന്തമാക്കാം. അത് KL 63 അങ്കമാലി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ക്വാർട്ടർ പാനൽ ചെറിയൊരു പെയിൻറ്റിങ് വർക്ക് വന്നിട്ടുണ്ട്. ഒരു ഡോറ് ചെറിയ പെയിൻറ്റിങ് വർക്ക്, അങ്ങനെ ചില്ലറ പെയിൻറ്റിങ് വർക്കുകൾ മാത്രമാണ്. പിന്നെ ഏതോ ഒരു ഗ്ലാസ് ഇതിനകത്ത് റീപ്ലേസ് ഉണ്ട്. ക്വാർട്ടർ ഗ്ലാസ് ആണോ ഡിക്കിയുടെ ഗ്ലാസ് ആണോ നമുക്കറിയാം. ഒരു ഡിക്കിയുടെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫ്രണ്ട് തട്ടോ അല്ലെങ്കിൽ ഡിക്കി റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഡിക്കിയുടെ ഒക്കെ പേസ്റ്റിങ് പക്കാ ഒറിജിനൽ പേസ്റ്റിങ്ങിനാണ് വരുന്നത്. ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സർവീസൊക്കെ കിടക്കുന്നത് ഡിക്കിക്കകത്താണ് നടക്കുന്നത്. വേറെ ഉൾഭാഗങ്ങളുടെ പരിക്കോ കാര്യങ്ങളോ അപ്പോൾ തട്ടോ കാര്യങ്ങളൊന്നും വന്നതിന് ശേഷമല്ല ഗ്ലാസ് മാറിയിട്ടുള്ളതെന്നാണ് ഇതിനകത്ത് ഒന്ന് മനസ്സിലാക്കേണ്ടത്. എന്തോ കാരണത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് റിയർ വിൻഷീൽഡ് മാത്രം ഇതിനകത്ത് റീപ്ലേസ് ഉണ്ട് എന്നുള്ളൊരു പോരായ്മ മാത്രമാണ് വാഹനത്തിനകത്തുള്ളത്. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് ആൾട്ടോ 800 2021 മോഡൽ വാഹനം. സീറ്റ് കവർ ഇല്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ഇല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ABS അതേപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. വേറെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള പേസ്റ്റിങ് അല്ലെങ്കിൽ ഡാമേജ് വർക്ക് ഒന്നും തന്നെ നിലവിൽ പെൻഡിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ സംഭവിക്കാത്ത ഒരു വാഹനം കൂടിയാണിത്. ബോണ്ടിൻ്റെ ഇന്നർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ആ 2021 പഴക്കം ഒരു 50,000 കിലോമീറ്ററുടെ പഴക്കം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് റിപ്പീറ്റ് വർക്കുകൾ മാത്രമുള്ള ഒരു വാഹനം ഓഫർ പ്രൈസിൽ 3,15,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഏകദേശം 2,75 നിങ്ങൾക്ക് ഇതിനകത്ത് ഫിനാൻസ് തുക ലഭിക്കും. 2021 ആയതുകൊണ്ട് എന്തായാലും 5 വർഷത്തേക്ക് നമുക്ക് 5 വർഷത്തെ കാലയളവിലാണ് എനിക്ക് ലോൺ ലഭിക്കുന്നത്. ഏകദേശം EMI 6 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടൈൻ്റെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം ഹ്യൂണ്ടൈ എലൈറ്റ് i20 2017 മോഡൽ മാഗ്ന വേരിയൻ്റ് വാഹനം. പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 17,000 കിലോമീറ്ററാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 2017 ആകുമ്പോൾ ഏകദേശം 7 വർഷത്തിനിടയിൽ വെറും 17,000 വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു KL 20 ട്രിവാൻഡ്രം ഏരിയയിൽ വരുന്ന രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. നല്ലൊരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനം. കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനം. മാഗ്ന എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാരിങ് കൺട്രോൾസ് ഇതിനകത്ത് വരുന്നില്ല. ഓട്ടോ ക്ലൈമറ്റ് AC ഒന്നും വരുന്നില്ല. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റീരിയോ ഇതിനകത്ത് അഡീഷണൽ സോണിയുടെ LCD ഡിസ്പ്ലേ ഇതിനകത്ത് കമ്പനിക്ക് പകരം ഒരു സ്റ്റീരിയോ അഡീഷണൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട 4 പവർ AC പവർ സ്റ്റാരിങ് തുടങ്ങിയുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലായി. അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ബോഡിയാണ് ഈ വാഹനത്തിനുള്ളത്. പെയിൻറ്റിംഗ് വർക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ള നല്ലൊരു പ്രത്യേകത. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് കവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്നൊരു സോണിയുടെ സ്റ്റീരിയോ വന്നിട്ടുണ്ട്. നോർമൽ AC കാര്യങ്ങളാണ്, AC വിൻഡ് കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിലുള്ള. 2017 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെ എന്ന് പറയാം. കാര്യപ്പെട്ട പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു അടിപൊളി വാഹനം. ലോ കിലോമീറ്ററിൽ i20 നോക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ണടച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണിത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15,000 അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ഓടാനുള്ള ടയേഴ്സാണ് ഇനി ബാക്കി കിടക്കുന്നത്. ഏകദേശം ഒരു 30,000 കിലോമീറ്ററൊക്കെയാണ് ടോട്ടൽ ടയർ ലൈഫ് സാധാരണ ഇതിൽ കിട്ടാറ്. എഞ്ചിൻ ഭാഗത്തേക്കൊന്നും നോക്കാനില്ല. പക്ക കണ്ടീഷനിൽ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിൽ നിൽക്കുന്ന വേറെ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കോ ഡാമേജോ ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി നല്ലൊരു മുഞ്ചായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന 2017 മോഡൽ i20 മാഗ്ന വേണ്ടിയിരുന്ന വാഹനം. പെട്രോൾ എഞ്ചിനിലിരുന്ന വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള 2017 മോഡൽ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 5,45,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി 5,60,000 ഇവിടെ പ്രൈസ് ഇറക്കുന്നത്. 5,45,000 നെറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫൈനൽ പ്രൈസ് വരുന്നത്. 5 ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. 5 അല്ലെങ്കിൽ അത്യാവശ്യം സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 5 വരെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 4.5 to 4.75 റേഞ്ചിലാണ് വരുന്നത്.
അതും 5 വർഷത്തെ തവണയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഏകദേശം ഒരു 11 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം വെച്ചാൽ മാരുതി സുസുക്കിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു വാഹനമാണ് മാരുതി സുസുക്കി റിഡ്സ്. അത് ഡീസലാണെങ്കിൽ ഒന്നും കൂടി ആവശ്യക്കാർ കൂടും. പക്ഷേ ഈ വാഹനം പെട്രോളാണ്. അതിൻ്റെ പാതി ആവശ്യക്കാർ പെട്രോൾ വാഹനത്തിനുണ്ട്. 2015 മോഡൽ VXA വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുള്ള KL10 മലപ്പുറം രജിസ്ട്രേഷനിൽ വരുന്ന കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ഉള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനമാണ്. നല്ല ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് മാരുതി സുസുക്കി റിഡ്സ് VXA വരുന്ന വാഹനം. VX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. തൊട്ട് മുകളിൽ ZX, അതിൻ്റെ തൊട്ട് താഴെ LX എന്നുള്ള 3 വേരിയൻസ് ആയിട്ടാണ് പെട്രോൾ ഈ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ VXA ആണെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC പവർ സ്റ്റാരിങ്, പിന്നെ അതേപോലെ അഡീഷണൽ സ്റ്റീരിയോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ 2015 ന്യൂ ഷേപ്പാണ് വരുന്നത്. കാരണം 2012 ഇതിൻ്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസം വന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് 2010 ഇറങ്ങിയിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KL85 വരുന്ന ഈ ഒരു വാഹനമാണ്. ഇതും നമുക്ക് സ്റ്റോക്കുള്ള വാഹനമാണ്. ഇതിൻ്റെ മോഡൽ വരുന്നത് 2010 മോഡലാണ്. ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. VDI വരുന്ന വാഹനം. അത് VXA ആണെങ്കിൽ ഇത് VDI. അങ്ങനെ ഈ ഒരു വാഹനം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 2 lakh ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന മറ്റൊരു വാഹനമാണിത്. വേറെ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വാഹനം. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 18-19 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫ്ലാറ്റുള്ള ഒരു ഷേപ്പാണ്. 2010 മുതൽ 2012 വരെ നമുക്ക് റിഡ്സ് നിരത്തുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2012 ശേഷം 2012 ഒരു ജൂലൈയോട് കൂടിയൊക്കെയാണ് ഷേപ്പിൽ ചെറിയൊരു ബമ്പറിലൊക്കെ വ്യത്യാസം വന്നിട്ട് ഒന്നും കൂടി ചെറിയൊരു ചെരിവ് എന്നുള്ള രീതിയിൽ ബോണറ്റ് അതേപോലെ തന്നെ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വന്നത്. അപ്പോൾ ഈ വാഹനം 2015 മോഡലിൽ നിന്ന് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെ പറയും. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റീപെയിൻറ്റ് വർക്ക് സ്വാഭാവികമായിട്ടും സെക്കൻഡ് വാഹനമാകുമ്പോൾ അത്രയും വർഷം വാഹനം റോഡിലോടി അത്രയും 1 ലക്ഷം കിലോമീറ്റർ റൺ ചെയ്തതിനിടയിൽ എന്തായാലും ഒരു സ്ക്രാച്ച് പോറൽ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബമ്പറിലൊക്കെ റീപെയിൻറ്റുകൾ വന്നിട്ടുണ്ട്. നല്ലാതെ വേറെ കാര്യപ്പെട്ട പരിക്കോ തട്ടോ കാര്യങ്ങളോ ആക്സിഡൻറ്റോ മേജർ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റിംഗ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ആക്സറീസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ഓൾറെഡി കമ്പനി വന്നിട്ടുണ്ട്. പ്ലസ് അഡീഷണലി ഫിറ്റിങ്സ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പെട്രോൾ വാഹനം ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. മൈലേജിനെ പറ്റി കുറച്ച് ചിന്തിക്കണം. കാരണം ഒരു 13 to 15 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഭാഗം വാഷ് ചെയ്തിട്ടില്ല എന്നൊരു പോരായ്മയുണ്ട്. നല്ലാതെ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമുള്ള പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ബോണ്ടിൻ്റെ ഇന്നർ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. തട്ട് കാര്യങ്ങൾ ഫ്രണ്ടിൽ അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ 2 ഹെഡ്ലൈറ്റിൻ്റെ ഒരു കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത്. 2021 ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്ലോ തേങ്ങ ചക്ക മാങ്ങ എന്തോന്ന് ചതിച്ചതിന് ശേഷം ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ചെറിയൊരു മൈന്യൂട്ട് എന്തെങ്കിലും ഒരു ഒന്നും വേണ്ട. നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത് നമ്മൾ ഈ ഒരു ഹാങ്ങർ ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു ഹാങ് വാഹനത്തിനകത്തുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ബ്രേക്ക് പിടിച്ച സമയത്ത് അത് പോയിട്ട് അടിച്ചിട്ട് പോലും ഗ്ലാസ് പൊട്ടി. അപ്പോൾ പല കാരണത്താൽ ഗ്ലാസ് ബ്രോക്കൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരൊറ്റ കുത്തായിരിക്കും. ഫസ്റ്റ് ഒരു കുത്ത് വരും. പിന്നെ അതങ്ങനെ നമ്മൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അതങ്ങനെ ചിലപ്പോൾ വലുതായി പോവും. അപ്പോൾ ആ വലുതായി പോവാതിരിക്കാൻ ചില ആൾക്കാരൊക്കെ റൗണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയും ആ ഒരു ഗ്ലാസിൻ്റെ വിള്ളൽ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കുറക്കാൻ സാധിക്കും. അപ്പോൾ പല കാരണം കൊണ്ടും ഗ്ലാസ് ബ്രോക്കൺ വരാം. തട്ട് മാത്രം വാഹനം തട്ടിയാൽ മാത്രമേ ഗ്ലാസ് പൊട്ടുന്നൊന്നുമില്ല. ചിലപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ തല പോയിട്ട് ഗ്ലാസിനടുത്ത് അടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഗ്ലാസ് പൊട്ടും. എൻ്റെ ഒരു അനുഭവം ഉണ്ട്. എൻ്റെ മോന് ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സിയാസ് വാഹനത്തിന് മുമ്പ് ഞാൻ അതേപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ തല പോയിട്ട് അതിനടുത്ത് അടിച്ചു. ഗ്ലാസ് ബ്രോക്കൺ ആയി. ബ്രോക്കൺ മീൻസ് ഒരൊറ്റ ലൈന് വന്നു. ആ ലൈന് വന്നാൽ തന്നെ ഗ്ലാസ് പൊട്ടിയ പോലെ ആയി. അപ്പോൾ അത്തരത്തിലുള്ള പല അനുഭവങ്ങളിലും ഗ്ലാസ് പൊട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വാഹനം നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് 3,50,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഏകദേശം ഒരു 3,20 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2015 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഏകദേശം 7 to 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI ആയിരിക്കും. നമ്മുടെ അടുത്ത വാഹനം ഫോർഡിൻ്റെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം, അതും പെട്രോൾ എഞ്ചിനിൽ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 40 സംതിങ് കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 2018 മോഡൽ വരുന്ന വാഹനമാണ്. എല്ലാ ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടി. ബ്ലാക്ക് കളറിൽ വരുന്ന വാഹനം. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു കളറും കൂടിയാണ് ബ്ലാക്ക്. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ കുറച്ച് പാടാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കാണുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്നാൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ളൊരു വാഹനമാണ് ബ്ലാക്ക് കളർ എന്നുള്ള വാഹനം.
പിന്നെ വാഹനം ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സ്റ്റാരിങ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റിനകത്ത് വന്നിട്ടുണ്ട്. ബാക്ക് റോക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ വന്നിട്ടുണ്ട്, ഡിഫോഗർ വന്നിട്ടുണ്ട്. അങ്ങനെ വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വേരിയൻ്റാണ് ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വാഹനം. പിന്നെ ബോഡി കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ച് പോലും എടുത്ത് കാണിക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു നെഗറ്റീവ് കൂടി ഉണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാരിങ് കൺട്രോൾസ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാരിങ് കൺട്രോൾസ്, കമ്പനി സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC വന്നിട്ടുണ്ട്, ഒരു 12 വോൾട്ടിൻ്റെ ചാർജറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം, കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്ക സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ക്രോസ് നമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ലെഗ് മാത്രം ഇവിടെ ചെറുതായിട്ട് ക്രാക്ക് ആയിട്ടുണ്ട് എന്നുള്ളൊരു പോരായ്മയുണ്ട്. വേറെ ഭാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം OG പേസ്റ്റിംഗ് ആണ് നിൽക്കുന്നത്. നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2018 മോഡൽ ഫോർഡ് ഫിഗോ. എൻ്റെ ഒരു ഗസ്സിങ് ഒരു അഭിപ്രായം പറയുകയാണ്, എനിക്ക് ഈ ഒരു വാഹനം ഉള്ളതുകൊണ്ട് പറയില്ല. ഫോർഡിൻ്റെ വാഹനങ്ങൾ ഇപ്പോൾ കയ്യിൽ വെക്കുന്നവർക്ക് ഏറ്റവും മാർക്കറ്റ് റേറ്റ് കൂടി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അടുത്ത ഫോർഡ് നമുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് സെയിൽസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോർഡിൻ്റെ വില കുത്തനെ വീണ്ടും ഉയരാനുള്ള സാധ്യത ഒരു 99% ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഫോർഡ് കയ്യിലുള്ളവരൊന്നും ഫോർഡ് കമ്പനി സ്റ്റോപ്പ് ചെയ്ത് പോയി എന്നുള്ളൊരു ടെൻഷനിൽ വേണ്ടിയിട്ട് വിറ്റ് സെയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2025 ഫസ്റ്റോട് കൂടി, അല്ലെങ്കിൽ 24 ലാസ്റ്റോട് കൂടിയൊക്കെ ഫോർഡിൻ്റെ എൻഡവർ എന്നുള്ള ഒരു പെട്രോൾ എഡിഷൻ വാഹനം നമുക്ക് നിരത്തുകൾ കാണാൻ ഇറങ്ങുന്നുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഫോർഡിൻ്റെ എൻഡവർ എന്നുള്ള വാഹനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള വാഹനങ്ങളും അതിൻ്റെ പുറകെ തന്നെ പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോർഡിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും മാർക്കറ്റ് വീണ്ടും പഴയ ലെവലിലേക്ക് ഉയരും. ഓൾറെഡി എക്കോസ്പോർട്ട് വാഹനങ്ങൾക്കൊന്നും ഫോർഡ് നിർത്തിപ്പോയിട്ട് പോലും മാർക്കറ്റ് താഴേക്ക് പോയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇനിയും ഇത് ഫോർഡ് വീണ്ടും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ സെയിലും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൈസിങ്ങും കാര്യങ്ങളിലെല്ലാം മാർക്കറ്റ് ഉയരാനാണ് സാധ്യത. അപ്പോൾ ആരെങ്കിലും ഫോർഡിൻ്റെ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി നിർത്തിപ്പോയി എന്നുള്ള ടെൻഷനിൽ ഒരിക്കലും ഒഴിവാക്കേണ്ട. ജസ്റ്റ് വെയിറ്റ്, വൺ ഇയറും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 ഇയറിന് ശേഷം മൊത്തം മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4,40,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി സ്വന്തമാക്കാൻ സാധിക്കും. ഏകദേശം ഒരു 3,75 വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അത് 2018 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം EMI 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ മറ്റൊരു സെഡാൻ വാഹനമാണ്. അതും 2020 മോഡൽ വരുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ LXi വേരിയൻ്റ് വാഹനം. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു വാഹനം. LXi എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണ് വരുന്നത്. തൊട്ട് മുകളിൽ VXi, തൊട്ട് മുകളിൽ ZXi എന്നുള്ള 3 വേരിയൻസ് ആയിട്ടാണ് വാഹനങ്ങൾ നിരത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. LXiയിൽ ബേസിക് വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 2 ഡോർ പവറിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്, ബാക്കിൽ പവറിൻ്റെ വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അഡീഷണൽ സ്റ്റീരിയോ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റീരിയോ അതേപോലെ തന്നെ സെൻട്രൽ ലോക്കും വന്നിട്ടുണ്ട്. സെൻട്രൽ ലോക്കും ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാഹനമാണ് LXi എന്നുള്ള വേരിയൻ്റ് ഈ വാഹനം. എക്സ്റ്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. പിന്നെ ഗ്രേ കളർ കൂടിയാണ്. വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ആവശ്യക്കാരുള്ള ഒരു കളറാണ് ഗ്രേ കളർ എന്നുള്ള കളർ. ഈ വാഹനത്തിന് ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോരായ്മ. സ്റ്റാരിംഗ് കൺട്രോൾസ് ഇതിനകത്ത് വരുന്നില്ല, കമ്പനി സ്റ്റീരിയോ വരുന്നില്ല എന്നുള്ളൊക്കെ പോരായ്മകളുണ്ട്. പക്ഷേ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ ഒരു ബീജ് കളർ ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ എന്തൊക്കെയോ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഗമ്മൊക്കെ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂടിയൊക്കെ കുറച്ച് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു കമൻറ്റ് കൂടി പറയാനുണ്ട്. പിന്നെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇന്നറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് 2020 ആയതുകൊണ്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഒരു പൈനിയറിൻ്റെ ഒരു പഴയ സ്റ്റീരിയോ ആണ്, 2020 മുമ്പ് ഇറങ്ങിയ ഒരു സ്റ്റീരിയോ ആണ് ഇതിനകത്ത് താൽക്കാലികം ഒപ്പിച്ചിട്ടുള്ളത് എന്നുള്ളൊരു പോരായ്മ കൂടിയുണ്ട്. ഒരു സ്റ്റീരിയോ ഒക്കെ നല്ല എടുക്കുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീരിയോ ഒക്കെ ഇതിനകത്ത് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ടയറാണ് ചെയ്തിട്ടുള്ളത്. 30,000 കിലോമീറ്റർ ഓടിയതുകൊണ്ട് പുതിയ ടയർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് രണ്ടും പുത്തൻ കിടക്കുന്നുണ്ട്. ബാക്കും അത്യാവശ്യം കെട്ടുള്ള ടയറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. 2024 പുതിയ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അമറോണിൻ്റെ ബാറ്ററിയാണ്, ഒറിജിനൽ ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററിയും കൂടിയാണത്. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പക്കാ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോ കാര്യങ്ങൾക്കോ വലിയ കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ബോണ്ടിൻ്റെ കിന്നർ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പക്ക കണ്ടീഷനിൽ, വേറെ തട്ട കാര്യങ്ങളോ മുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് 2020 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ LXi വേരിയൻ്റ് വാഹനം. നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 5,75,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 5-10 ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. വെറും ഒരു 75,000 രൂപ അല്ലെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു സെഡാൻ വാഹനം എന്നാണ് സ്വിഫ്റ്റ് ഡിസയർ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനം. ഒരു 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. 5 വർഷത്തെ മാസത്തവണയിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. EMI ഒരു 11 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരുന്നത്. നമ്മൾ അടുത്ത വാഹനം ലോ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനം 2017 മോഡൽ ഡാറ്റ്സൺ റെഡിഗോ T ഓപ്ഷനിൽ വരുന്ന വാഹനം. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പിൽ വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2017 മോഡൽ വരുന്ന വാഹനമാണ്. 0 ഡൗൺ പേയ്മെൻറ്റിലേക്ക് സ്വന്തമാക്കാൻ പറ്റിയ വാഹനം. 800 cc വരുന്ന വാഹനമാണ്. ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. AC പവർ സ്റ്റാറിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളൂ. ബോഡി കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഏകദേശം 20-22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു എഞ്ചിനാണ്. നമ്മുടെ കിഡിലൊക്കെ വരുന്ന സെയിം 800 cc വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ നാനോ കഴിഞ്ഞാൽ അടുത്ത കുറച്ച് അതായത് പിന്നെ സൈസ് കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മൾ ടൗൺ പർപ്പസിനൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടി, നമുക്ക് എവിടെയും സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണിത്. പിന്നെ ബോഡി കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത്. ഒരു ചെറിയ ടൈലൈറ്റ് ഇവിടെ ഡാമേജ് ഉണ്ടെന്ന് മാത്രം ചെറിയ നെഗറ്റീവ് ഉള്ളത്. ഒരു 700 രൂപ കണ്ടാണ് എനിക്ക് ടൈലൈറ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. അത് മാത്രമാണ് ഒരു എക്സ്റ്റീരിയർ ഭാഗങ്ങളൊരു പോരായ്മയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ. കമ്പനി കവറിന് പക്ഷേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള കമ്പനി കവറാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് സപ്പോർട്ടോട് തൈ സപ്പോർട്ടോട് കൂടിയ സീറ്റാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു വാഹനത്തിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. എന്നെപ്പോഴത്തെ ഒരു ഹൈറ്റുള്ള ഒരാൾക്കൊക്കെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുക, നമ്മൾ കാലൊന്നും തട്ടാത്ത രീതിയിൽ ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. പിന്നെ ആ ഒരു വിശാലത നമുക്ക് ഫ്രണ്ട് ചെറിയൊരു വാഹനമാണെങ്കിൽ പോലും ഇന്ത്യയിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60% അല്ലെങ്കിൽ 70% ടയേഴ്സ് ഇനിയും ബാലൻസ് ലൈഫ് കിടക്കുന്നുണ്ട്. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല, നിലവിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം നല്ല പക്ക കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. 23,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2017 അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനം തന്നെയാണെന്ന് പറയാം. നെറ്റ് പ്രൈസിൽ 1,85,000 രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും 0 ഡൗൺ പേയ്മെൻറ്റ്. 1,85,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസത്തവണയിൽ ഏകദേശം EMI വരുന്നത് 5 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കി മറ്റൊരു സെഡാൻ ഓട്ടോമാറ്റിക് വാഹനം. അതും ഫുൾ ഓപ്ഷനിൽ ZXi വരുന്ന 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയുള്ള 27 തിരുവല്ല രജിസ്ട്രേഷനിൽ വരുന്ന സ്വിഫ്റ്റ് ഡിസയർ ZXi പെട്രോൾ എഞ്ചിനിൽ AMT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. വളരെ ലോ കിലോമീറ്റർ 60,000 എന്ന് പറഞ്ഞാൽ 2017 അപേക്ഷിച്ച് നോർമൽ റണ്ണിങ് മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ZXi എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു വേരിയൻ്റാണ് ZXi എന്നുള്ള വേരിയൻറ്റ്. ZXi പ്ലസ് എന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഒന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ല, ZXi മാത്രമാണ് ഒരു ഡിസയറിനകത്ത് വന്നിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. വേറെ വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള. കാര്യപ്പെട്ട നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല. ടയേഴ്സൊക്കെ ഓൾമോസ്റ്റ് 80% 4 ടയേഴ്സും വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റിച്ചിങ് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ. ഡ്രൈവർ സൈഡ് അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊന്നും പ്രശ്നമില്ല. ഡ്രൈവർ സൈഡിൽ ചെറിയൊരു സ്റ്റിച്ചിങ് വിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം ചെറിയൊരു പറയാനുള്ളത്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം സ്റ്റീരിയോൻ്റെ എന്താണ് ഒരു ക്രാക്ക് വന്നിട്ടുണ്ടല്ലോ, ഡിസ്പ്ലേക്ക് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വർക്കിംഗ് ആണ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം കമ്പനീനെ കൊടുക്കുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കാര്യപ്പെട്ട പരിക്കോ പോരായ്മകളോ ഒന്നും തന്നെ ഇല്ല. സ്റ്റാരിംഗ് ടിൽറ്റിംഗ് ഒക്കെ ഒരു വേരിയൻറ്റിനകത്ത് ZXi എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. കീലെസ് എൻട്രിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഫോൾഡിംഗ് ഒക്കെ ഈ ഒരു വേരിയൻറ്റിനകത്ത് ZXi എന്നുള്ള വേരിയൻറ്റിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. K സീരീസ് 1.2 ലിറ്റർ എന്ന പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 16-17 റേഞ്ചിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല റൈഡിങ് കംഫർട്ടുള്ള ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്.
എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്രോൺ ചേസോ കാര്യങ്ങളൊക്കെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്കാ കണ്ടീഷനിൽ 22 റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. 2 വർഷത്തോളമായി. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളോ പാക്കിംഗ് ലീക്കോ കാര്യങ്ങളൊന്നും വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. AMT ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മൊഡ്യൂളും കൺട്രോളും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. AMTയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AMTക്ക് ആകെ ഉള്ളത് നമ്മുടെ നോർമൽ വാഹനങ്ങളിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മൊഡ്യൂൾ മാത്രമാണ് അതിൻ്റെ ഒരു എക്സ്ട്രാ ആക്സിലേറ്റ് വരുന്നത്. പിന്നെ ECM കാര്യങ്ങളെല്ലാം വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മൊഡ്യൂളാണ് ഇതിൻ്റെ മെയിൻ കൺട്രോളിംഗ് എന്ന് പറഞ്ഞ യൂണിറ്റ്. അത് പിന്നെ കംപ്ലയിൻ്റ് ആവുക കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 ഇന്നലെ ഒരു സെലേരി വന്നിട്ടുണ്ടായിരുന്നു. കാരണം AMT സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗിയർ മാറാത്തൊരു പ്രശ്നത്തിൽ ഇന്നലെ ഒരു സെലേരി ഒരു കസ്റ്റമർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു മൊഡ്യൂളിന് കംപ്ലയിൻറ്റ് വരികയാണ്. ആ മൊഡ്യൂൾ മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഷോറൂമിൽ 75,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ MT ഗിയർ ബോക്സിനുള്ള ആകെ ഒരു കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊഡ്യൂളിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ് ആ ഒരു ഗിയർ ബോക്സിൽ വരുന്ന കംപ്ലയിൻറ്റ്. ഗിയർ ബോക്സ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ അതേ ഗിയർ ബോക്സാണ് വരുന്നത്. പക്ഷേ ആ മൊഡ്യൂളിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ ഏകദേശം ഒരു കോസ്റ്റ് 75 രൂപയോളം നിങ്ങൾക്ക് കോസ്റ്റ് വരും. റിപ്പയർ ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം ആ ഒരു മൊഡ്യൂൾ റിപ്പയർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ കംപ്ലയിൻറ്റ് വന്നാൽ അത് റീപ്ലേസ് ചെയ്യണം. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും കംപ്ലയിൻറ്റ്, കാരണം എനിക്ക് എൻ്റെ അപൂർവം ഇന്നലെ ഒരു കേസാണ് അങ്ങനെ ഒരു കേസ് കംപ്ലയിൻറ്റ് ആയിട്ട് വന്ന ഒറ്റ കേസ് മാത്രമേ ഞാൻ ഇത്രയും എൻ്റെ വാഹനത്തിന് എക്സ്പീരിയൻസിൽ ഒരു മാരുതിയിൽ ഒരു കംപ്ലയിൻറ്റുള്ളൊരു വാഹനമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അല്ല അത്രയും വാഹനങ്ങൾ നമ്മൾ സെയിൽ ചെയ്തിട്ട് പോലും ഒരു വാഹനം അങ്ങനെ കംപ്ലയിൻ്റ് ഉള്ള വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അത് ഒരു കസ്റ്റമർ ജസ്റ്റ് എന്താ പ്രശ്നം ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ വാഹനമല്ല, പുറത്തുള്ളൊരു കസ്റ്റമർ, നമ്മൾ കൊടുത്ത വാഹനമല്ല, പുറത്തുള്ളൊരു കസ്റ്റമർ ഇവിടെ ഈ നാട്ടുകാരനായ ഒരു കസ്റ്റമർ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവമുണ്ട്, പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ ഹോബിയുടെ സ്കാനർ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ കംപ്ലയിൻ്റാണ് കാണിച്ചത്. അപ്പോൾ ജസ്റ്റ് അവർ ഷോറൂമിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാറ്റാൻ വേണ്ടി ഷോറൂമിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് ZXC ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം. 6 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം 5.25 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസത്തവണയിൽ ഏകദേശം ഒരു 12 സംതിങ് വെച്ചിട്ടാണ് ഇതിന് EMI വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം CVT ഗിയർ ബോക്സിൽ വരുന്ന മറ്റൊരു വാഹനമാണ് ഹോണ്ട ജാസ് 2016 മോഡൽ ജാസ് സിംഗിൾ ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 9 പാലക്കാട് രജിസ്ട്രേഷനിൽ വരുന്ന V എന്നുള്ള വേരിയൻ്റ് വാഹനം. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. നമ്മുടെ ജാസിന് ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എൻക്വയറി ലഭിക്കുന്ന ഒരു വാഹനമാണ്. കാരണം കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ ഒരുപാട് CVT ഓട്ടോമാറ്റിക് വാഹനങ്ങൾ വന്നു, ജാസ് വന്നു, അതെല്ലാം പെട്ടെന്ന് നമുക്ക് സെയിലാവുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ അതിലേക്ക് ഈ ഒരു കളറിൽ 2016 നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അന്ന് ആ വാഹനം നോക്കിയവർക്ക് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സാണിത്. 2016 മോഡൽ വരുന്ന V ഓപ്ഷനിൽ വരുന്ന CVT ഓട്ടോമാറ്റിക് 56,000 കിലോമീറ്റർ ഓടിയുള്ള കറക്റ്റ് കമ്പനി സർവീസ് പോയിട്ടുള്ളൊരു വാഹനം. വേറെ കാര്യപ്പെട്ട പരിക്കാര്യങ്ങൾ ഒരു ക്രോസ് ബമ്പർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം 13 ക്രോസ് ബമ്പർ മാത്രം കമ്പനി ഹിസ്റ്ററി പ്രകാരം റീപ്ലേസ് ഉണ്ട് എന്നുള്ളൊരു പോരായ്മ മാത്രമാണുള്ളത്. വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നും ഡാമേജ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. CVT ആയതുകൊണ്ട് തന്നെ 13-14 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു ഗിയർ ബോക്സാണ് CVT ഗിയർ ബോക്സ് എന്നാണ് എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നതാണ്. V ആയതുകൊണ്ട് തന്നെ അലോയ്സ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. V എന്നുള്ള പേരിനകത്ത് ബാക്ക് ലോക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ വന്നിട്ടുണ്ട്, ഡിഫോഗർ വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസറൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ബോഡി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 80-90% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലെതർ സീറ്റ് ഓവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് നല്ലൊരു 3 സ്പോർട്സ് എന്നുള്ള 4 പിന്നെ ഓപ്ഷൻസ് മാത്രം നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഈ ഒരു കമ്പനി ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഡാഷ്ബോർഡൊക്കെയാണ്, അത്യാവശ്യം നല്ലൊരു സ്പേസിൽ നിൽക്കുന്ന ഒരു ഡാഷ്ബോർഡാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ഒറിജിനൽ സ്റ്റീരിയോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സീറ്റ് ഓവർ നല്ലൊരു സപ്പോർട്ട് കൂടി നമ്മുടെ കാലിന് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് സീറ്റ് ഓവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്റീരിയറൊക്കെ നല്ലൊരു വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാൻ പറ്റും. കാര്യപ്പെട്ട നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊന്നുമില്ല. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ക്രോസ് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചെറിയൊരു പോരായ്മ വാഹനത്തിൻ്റെ. പക്ഷേ ബോണ്ടോ കാര്യങ്ങൾക്കൊന്നും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, ഗ്ലാസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് അടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഓണർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഏറ്റവും അടിഭാഗത്ത് ചെറുതായി തട്ടിയതിന് ശേഷം, അതായത് അടി തട്ടിയതിന് ശേഷം ഇത് പിന്നെ ക്രോസ് ബമ്പർ ബെൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് റീപ്ലേസ് ചെയ്താണെന്നാണ് എന്നോട് ഓണർ പറഞ്ഞത്. ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്തു, ഹിസ്റ്ററിയിലും ഈ ക്രോസ് ബമ്പർ മാത്രമാണ് റീപ്ലേസ് കാണുന്നത്. വേറെ ഹെഡ്ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസോ കാര്യങ്ങളോ തട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് ചെറിയൊരു ബെൻഡ് വന്നപ്പോൾ അത് ഡെൻറ്റ് ലെവലാക്കാവുന്ന കേസുകളായിരുന്നു. പക്ഷേ ഇൻഷുറൻസ്
സ്പോർട്സ് ആയതുകൊണ്ട് മാത്രമാണ് അത് റീപ്ലേസ് ചെയ്ത്. വേറെ ഉള്ളിലേക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പുറത്തെ കളറും കാര്യങ്ങളെല്ലാം കണ്ടാൽ മനസ്സിലാവും. ബോണ്ടിൻ്റെ ഇന്നർ സൈഡ് കളർ ഉണ്ടായിരിക്കും മനസ്സിലാവും. കാരണം ഇതൊക്കെ ആ ഒരു കമ്പനി വന്ന ഒറിജിനാലിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. പക്ഷേ ആ കാഴ്ച നേരെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നതാണ്. കാരണം ഇത് റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള വർക്ക് ആയതുകൊണ്ടാണ് അത്ര ഷൈനിങ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ബോണ്ടിൻ്റെ ഇന്നറൊക്കെ നോക്കുകയാണെങ്കിൽ ആ പഴക്കം 2016 പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കാം. വേറെ അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാത്ത ഒരു വാഹനം കൂടിയാണിത്. വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഐ വി ടെക് എഞ്ചിനിൽ ഞാൻ ഇന്നേ വരെ ഒരു വാഹനത്തിനകത്ത് കണ്ടില്ല. അതുകൊണ്ട് ആ വിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. കാരണം ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. RFID ടാഗും അതേപോലെ തന്നെ നോൺ പൊല്യൂഷൻ സ്റ്റിക്കർ കാര്യങ്ങൾ എല്ലാം ഈ ഒരു ഗ്ലാസ്സിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് ഇത്രയും ചെറിയ ചെറിയ തെളിവുകൾ നോക്കിയാൽ മതി. ഇത്രയും പിന്നെ ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് പുറത്തുള്ള വാഹനങ്ങൾ ഏതെങ്കിലും എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം. ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ടിപ്സ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് എൻ്റെ ഇവിടുന്നുള്ള വാഹനങ്ങൾ മാത്രം എടുക്കുന്നവർക്കുള്ള അല്ലെ പുറമേയുള്ള വാഹനങ്ങൾ പിന്നെ ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ അവർ ആവശ്യപ്പെടുന്ന വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്കില്ല. അപ്പുറത്തെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടിപ്സ് ട്രിക്സുകൾ യൂസ് ചെയ്ത് നിങ്ങൾ വാഹനങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് 2016 മോഡൽ വരുന്ന ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സിലിരുന്ന വാഹനം സ്വന്തമാകാം 5,75,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 5,75,000 നെറ്റ് പ്രൈസ് ഇരുന്നത്. ഒരു 5 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസത്തവണയോട് കൂടി. ഏകദേശം ഒരു 11 to 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലെ മറ്റൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഹ്യുണ്ടായി സാൻഡ്രോ 2019 മോഡൽ. സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 28,000 കിലോമീറ്റർ ഓടിയിലേക്ക് 36 എവിടെയാണ് പാലയാണോ അതോ കോട്ടയം ഏരിയയിലെ രജിസ്ട്രേഷൻ പാലയാണോ അല്ലെങ്കിൽ വൈക്കാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ജസ്റ്റ് കൺഫേം ചെയ്യാനുണ്ട്. അപ്പോൾ ഏതായാലും 36 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം 28,000 കിലോമീറ്റർ ഓടിയുള്ള സ്പോർട്സ് വേണ്ടിയിരുന്ന സാൻഡ്രോ എന്നുള്ള AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. വളരെ ലോ കിലോമീറ്റർ വാഹനം എന്ന് പറയാം. 2019 അപേക്ഷിച്ച് ഏകദേശം 5 വർഷത്തിൽ 23,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തീരെ വാഹനം 28,000 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം തീരെ റൺ ചെയ്തില്ല എന്ന് തന്നെ പറയാം. പിന്നെ എടുത്ത് പറഞ്ഞതിൻ്റെ കളറിങ് ആൻഡ് ഗോൾഡ് കളറിങ് വരുന്നൊരു വാഹനം കൂടിയാണ്. സാധാരണ ഇതിലൊരു കളറൊന്നും നമുക്കധികം മാർക്കറ്റിൽ കാണാൻ കഴിയാത്തൊരു വാഹനം. സാധാരണ വൈറ്റൊക്കെയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഈ ഒരു വാഹനത്തിലൊക്കെ കാണാറ്. ഒരു ഗോൾഡ് ഒരു വെറൈറ്റി കളറിൽ വരുന്നൊരു വാഹനം. സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, മിറർ ഫോൾഡിങ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പിന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള നോർമൽ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% ടയേഴ്സ് ഇനി ബാലൻസ് കിടക്കുന്നുണ്ട്. ബോഡിയിലൊന്നും പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ നെഗറ്റീവ്സ് ആയിട്ട് പറയാനില്ല. ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്നല്ലാതെ വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് വർക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ, നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു സീറ്റ് കവർ അതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റീരിയോ കമ്പനി ഇൻബിൽഡ് വന്നിട്ടുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ MT ഗിയർ ബോക്സ് ആണെങ്കിൽ പോലും നമുക്ക് പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഓൾറെഡി വരുന്നതുകൊണ്ട് നമുക്കൊരിക്കലും വാഹനം പുറകോട്ട് ഇറങ്ങുന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി സാൻഡ്രോ എന്നുള്ള വാഹനം. സാൻഡ്രോ സ്പോർട്സ് വേണ്ടിയിരുന്ന വാഹനം. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ സൈഡ് കാണിക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒപ്പറോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ലാത്തൊരു വാഹനം. ക്രോസ് ബമ്പറോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പക്ക കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എഞ്ചിൻ്റെ കവറിങ്ങിലോ കാര്യങ്ങൾക്കൊന്നും ഓയിൽ ലീക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 2022 റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 2 വർഷമായി ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. വാറണ്ടി കഴിയാറായിട്ടുണ്ട്. അത്തരത്തിൽ വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം ആവശ്യക്കാർക്കുണ്ടെങ്കിൽ സ്വന്തമാക്കാം. വെറും 4,80,000 രൂപക്ക് 4,95 ഇവിടെ പ്രൈസ് എടുക്കുന്നത്. 4,80 നെറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 2020 മോഡൽ സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് വാഹനം. ഇതും 5 വർഷത്തേക്കായിരിക്കും നമുക്ക് ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുക. 4,25 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസത്തവണയോട് കൂടി. ഏകദേശം ഒരു 10 സംതിങ് വെച്ച് അല്ലെങ്കിൽ 11 ഉള്ളിലാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം കിഡിലൊരു ഓട്ടോമാറ്റിക് വാഹനം. അതും 2017 മോഡൽ RXT ഓപ്ഷനിൽ വരുന്ന ഒരു 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ KL11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. RXT ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം AMT ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണിത്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. RXT ഓപ്ഷനിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് എയർ ബാഗ് അടക്കം വരുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി സ്റ്റീരിയോ, സീറ്റ് കവർ, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. കാര്യപ്പെട്ട ബോഡിയിലൊന്നും പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്തൊരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 80-90% ഫ്രണ്ടിലെ ടയേഴ്സ് ഉണ്ട്. ബാക്കിൽ ആവറേജ് ടയേഴ്സാണ് ഇതിനകത്തുള്ളത്.
അങ്ങനെ നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന 1000 cc വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് കിഡ് എന്നുള്ള ഒരു വാഹനം. 2017 മോഡലും വരുന്നുണ്ട്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു വാഹനം സ്വന്തമാക്കാം. 3,20,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 3,20 നമുക്ക് നെറ്റായിട്ട് പ്രൈസ് വരുന്നത്. 3,35 പ്രൈസിംഗ് ഉണ്ട് എങ്കിൽ പോൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് 3,20 നെറ്റ് പ്രൈസിൽ സ്വന്തമാക്കാം. ഒരു 2,75 റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. AMT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് കിഡ്. നമുക്ക് അതേപോലെ തന്നെ ഒരു ലോ കിലോമീറ്ററിൽ ഒരു KUV കൂടി നമുക്ക് ഇന്നലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ 2 ദിവസമായി സ്റ്റോക്ക് കയറിയിട്ട് വെറും 22,000-23,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള 2017 മോഡൽ KUV K6+ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. KU 100 ആണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. KUവിനെ സംബന്ധിച്ചിടത്തോളം, മഹേന്ദ്രയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് നമ്മൾ തുരുമ്പ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തുരുമ്പിൻ്റെ ഒരു അംശം പോലും എവിടെയും പറ്റാത്ത ഒരു വാഹനമാണ്. കാരണം അത്രയും നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അത്രയും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് KUV. 2017 മോഡൽ വാഹനം. വെറും 20-something കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ബോഡി കാര്യങ്ങളൊന്നും ഒരു പരിക്കോ കാര്യങ്ങളോ ഡാമേജോ നെഗറ്റീവ്സോ ഒന്നും തന്നെ പറയാനില്ലാത്ത ഒരു 15-16 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം. ബാക്ക് റോക്ക് നോക്കുകയാണെങ്കിൽ K6+ ആയതുകൊണ്ട് ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ട് എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടയറും ഒക്കെ അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. സ്റ്റാരിങ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗിയർ ലിവറൊക്കെ വരുന്നത് ഡാഷ്ബോർഡിനകത്താണ്. ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഡാഷ്ബോർഡിൻ്റെ ആ ഭാഗത്താണ്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ഇടാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാന്നുള്ളത്. ഈ ഹാൻഡ് ബ്രേക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇതിപ്പോൾ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ പുള്ളി ചെയ്താൽ മതി. ഇനി അത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് വിടുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ജസ്റ്റ് പുള്ളി ചെയ്യുക. റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്യുക, വിടുക. അങ്ങനെയാണ് സിമ്പിളായിട്ട് രീതിയിൽ ആ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാം. പലർക്കും അറിയാത്തൊരു കാര്യമാണ് അത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് KUV. 2017 മോഡൽ K6+ വേരിയൻ്റ് ചെയ്യുന്ന വാഹനം. 2017 മോഡൽ വരുന്ന K6+ വേരിയൻ്റ് ചെയ്യുന്ന വാഹനം. പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം സ്വന്തമാക്കാം. 3,40,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം ഒരു 3 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ മറ്റൊരു വാഹനം കൂടിയാണിത്. അതും 5 വർഷത്തെ മാസത്തവണയിൽ ഏകദേശം 8 രൂപ റേഞ്ചിൽ നമുക്ക് EMI കൂടി സ്വന്തമാക്കാൻ സാധിക്കും. 3,40 നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം 10, 12, 13 വാഹനങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു. അവസാനമായിട്ട് ഒരു വാഹനം കൂടിയുണ്ട്. ഒരു ഡീസൽ എഞ്ചിൻ വരുന്ന ജസ്റ്റ് 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം. അത്യാവശ്യം നല്ല മൈലേജ്, ഡീസലായതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ടാറ്റയുടെ സ്വന്തം ഓൺ മാനുഫാക്ചർ ചെയ്തുള്ള എഞ്ചിൻ വരുന്നൊരു വാഹനമാണ് ജസ്റ്റ് എന്നുള്ള വാഹനം. സെഡാൻ വാഹനമാണ്. അത്യാവശ്യം നല്ലൊരു വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് XT എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു വാഹനം. ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ സ്വന്തമാക്കാൻ ഒരു 2.5 ലക്ഷം രൂപയുടെ ഉള്ളിലേക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ വാഹനമാണിത്. അത്യാവശ്യം ലോണ് കാര്യങ്ങളെല്ലാം സൗകര്യം എല്ലാം കിട്ടുന്ന ഒരു വാഹനം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏകദേശം 10, 13, 14 വാഹനങ്ങളാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഏകദേശം 200-something വാഹനങ്ങൾ നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പോയി കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസിങ്, അതിൻ്റെ ഡീറ്റെയിൽസ്, മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വാഹനങ്ങളുടെ സ്റ്റോക്ക് ലിസ്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും വാഹന സംബന്ധമായ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരും. സൈനിങ് ഔട്ട്. ബൈ.